4 മിനിറ്റ് 24.58 സെക്കൻഡ് കൊണ്ട്. അതുപോലെ തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. 69ാമത് നെഹ്റു ട്രോഫി ആർക്ക് എന്ന് വിധി എഴുതുവാൻ ഇനി ഏതാനും നിമിഷങ്ങൾക്ക് മാത്രം. വളരെ വാശിയേറിയ പോരാട്ടം, വളരെ ശക്തന്മാരുടെ പോരാട്ടം ഇതാ നടക്കുന്നു. ഒന്നാമത്തെ ട്രാക്കിൽ വീയപുരം ചുണ്ടൻ, രണ്ടാമത്തെ ട്രാക്കിൽ നടുഭാഗം, മൂന്നാമത്തെ ട്രാക്കിൽ ചമ്പക്കുളം, നാലാമത്തെ ട്രാക്കിൽ മഹാദേവ് കാട് കാട്ടിൽ തെക്കേതിൽ. വീയപുരം വള്ളവുമായി മത്സരിക്കുവാൻ എത്തുന്നത് നിലവിലെ ജേതാക്കളായ, നിലവിലെ ട്രോഫി കരസ്ഥമാക്കിയ ടീമായ പള്ളാത്തുരുത്തി വള്ളം, അലൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. വീയപുരം വള്ളത്തിൽ തുഴയുമ്പോൾ നടുഭാഗം വള്ളത്തിൽ മത്സരിക്കുന്നത് UBC കൈനഗരി PR പത്മകുമാറിന്റെ നേതൃത്വത്തിൽ നടുഭാഗം വള്ളത്തിൽ പങ്കെടുക്കുന്നു. മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നത് ചമ്പക്കുളം കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബുകാർ തുഴയുന്ന ചമ്പക്കുളം വള്ളം സന്തോഷ് താനിവേലിന്റെയും കുരുവിള താനിവേലിന്റെയും നേതൃത്വത്തിൽ കടന്നു വരുമ്പോൾ നാലാമത്തെ ട്രാക്കിൽ കടന്നു വരുന്നത് മഹാദേവ് കാട് കാട്ടിൽ തെക്കേതിൽ പോലീസ് ബോട്ട് ക്ലബ്ബുകാർ തുഴയുന്ന, കേരളത്തിന്റെ ക്രമസമാധാന നില കാത്തുസൂക്ഷിക്കുന്ന ശക്തന്മാരായ പോലീസുകാർ തുഴയുന്ന മഹാദേവ് കാട് കാട്ടിൽ തെക്കേതിൽ. നാലാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ വിജയിയാണ് മഹാദേവ് കാട്ടിൽ തെക്കേതിൽ എന്ന് നാം ഓർക്കണം. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബുകാരാണ് ആ വള്ളത്തിൽ തൊഴിഞ്ഞത്. പക്ഷേ വള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബുകാർ ഇപ്പോൾ മത്സരിക്കുവാൻ എത്തിയിരിക്കുന്നത് വീയപുരം വള്ളത്തിലാണ്. അങ്ങനെ ജയിച്ച വള്ളവും ജയിച്ച ടീമും തമ്മിൽ പോരാടുന്ന വളരെ മഹത്തായ ഒരു പോരാട്ടമാണ് ഈ 69ാമത് നെഹ്റു ട്രോഫി ജലമേളയിൽ ഇവിടെ നടക്കുന്നത്. വീയപുരവും നടുഭാഗവും ചമ്പക്കുളവും മഹാദേവ് കാട് കാട്ടിൽ തെക്കേതിലും തമ്മിലുള്ള പോരാട്ടത്തിൽ ഇഞ്ചോടിഞ്ച് എന്ന് ആലങ്കാരികമായിട്ടല്ല പറയുന്നത്, യാഥാർത്ഥ്യത്തിൽ തന്നെ അങ്ങനെ ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടമാണ് ഈ 4 കളിവള്ളങ്ങൾ ഇവിടെ കാഴ്ചവെക്കുന്നത്. ഒന്നാമത്തെ ട്രാക്കുള്ള വീയപുരം പുത്തൻ വള്ളമെന്ന് അവകാശപ്പെടാൻ സാധിക്കുന്ന, പക്ഷേ വിജയത്തിന്റെ കഥകളൊന്നും പറയുവാനില്ലാത്തത്, പുത്തനായതുകൊണ്ട് തന്നെ, പ്രായേണ പുത്തനായതുകൊണ്ട് വിജയ ചരിത്രത്തിനുള്ള സമയമായിട്ടില്ല. അവരതാ വിജയിക്കുവാൻ വേണ്ടി പള്ളാത്തുരുത്തിയിൽ കടന്നു വന്നിരിക്കുന്നു. നടുഭാഗം വള്ളം 2019 നെഹ്റു ട്രോഫിയിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബുകാർ തന്നെ തുഴഞ്ഞ ട്രോഫി നേടിയ നടുഭാഗം ഇതാ UBC കൈനകരിക്കാര് മത്സരിക്കുവാനായി തോണയെത്തിയിരിക്കുന്നു. ചമ്പക്കുളം വള്ളം കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബുകാർ തുഴഞ്ഞ് ഇവിടെ മത്സരിക്കുന്നു. മഹാദേവ് കാട് കാട്ടിൽ തെക്കേതിൽ അവർ മത്സരിക്കുന്നത് പോലീസ് ബോട്ട് ക്ലബ്ബുകാരുടെ ആ ഒരു മത്സരത്തിലാണ് അവർ തുഴയുന്നത്. 4 കളിവള്ളങ്ങൾ ഒന്നിച്ചൊന്നായി ഈ പുന്നമടക്കായലിനെ ഒരു രക്തപങ്കിലമായ ഒരു മത്സരമാക്കി മാറ്റിക്കൊണ്ട് 4 കളിവള്ളങ്ങൾ കടന്നു വരുന്നു. ഒന്നാമത്തെ ട്രാക്കിലുള്ള വീയപുരം, രണ്ടാമത്തെ ട്രാക്കിലുള്ള നടുഭാഗം ചമ്പക്കുളം. ഒഞ്ചോടിഞ്ച് പോലെ ഇത്ര മനോഹരമായ ഒരു പോരാട്ടം സ്വപ്നങ്ങളിൽ മാത്രം കാണാൻ കഴിയുന്ന, സ്വപ്നങ്ങളിൽ മാത്രം ഭാവനയിൽ മാത്രം കാണാൻ കഴിയുന്ന മനോഹരമായ ഒരു പോരാട്ടം 4 കളിവള്ളങ്ങൾ ഇവിടെ കാഴ്ചവെക്കുന്നു. എന്തൊരു പോരാട്ടമാണ്, എന്തൊരു ആവേശമാണ്. എനിക്ക് ചുറ്റും കൂടി നിൽക്കുന്ന ജനസഹസ്രങ്ങൾ അവരാവേശത്തിൽ മതിമയക്കുകയാണ്. അത്ര ആവേശോജ്വലമായ ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് വീയപുരവും നടുഭാഗവും ചമ്പക്കുളവും മഹാദേവ് കാട് കാട്ടിൽ തെക്കേതിലും പങ്കെടുക്കുമ്പോൾ വാക്കുകൾ കിട്ടുന്നില്ല. അത്ര ശക്തമായ ഒരു പ്രകടനമാണ് വീയപുരവും നടുഭാഗവും ചമ്പക്കുളവും മഹാദേവ് കാട് കാട്ടിൽ തെക്കേതിലും ഇവിടെ കാഴ്ചവെക്കുന്നത്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് കഴിഞ്ഞ വർഷങ്ങളിലെ തുടർച്ചയായ വിജയികൾ. 2019 നടുഭാഗത്തിൽ വന്ന് വിജയിച്ച പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബുകാര്, അതുപോലെ നടുഭാഗം വള്ളത്തിൽ UBC കൈനഗരി, കുട്ടനാട്ടിലെ ജല രാജാക്കന്മാരെന്ന് വിശേഷിപ്പിക്കാവുന്ന ടീം UBC കൈനഗരി കടന്നു വരുന്നു. നടുഭാഗത്തിൽ മൂന്നാമത്തെ ട്രാക്കിൽ ചമ്പക്കുളം വള്ളം കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബുകാർ തുഴയുന്നു. നാലാമത്തെ ട്രാക്കിൽ മഹാദേവ് കാട് കാട്ടിൽ തെക്കേതിൽ വളരെ മനോഹരമായ ആവേശോജ്വലമായ ഒരു പ്രകടനം കാഴ്ചവെക്കുമ്പോൾ ഇതാ 4 കളിവള്ളങ്ങൾ ഒന്നിച്ചൊന്നായി കടന്നു വരുമ്പോൾ വീയപുരവും തീർച്ചയായും ഒരു ഫോട്ടോ ഫിനിഷാണ്. കൃത്യമായ ഒരു റിസൾട്ട് പറയുവാൻ ഞങ്ങൾക്ക് കഴിയില്ല. കണ്ണുകളെ നഗ്ന നേത്രങ്ങൾക്ക് കൊണ്ട് നമ്മൾക്ക് കാണുവാൻ കഴിയാത്ത രീതിയിലുള്ള വളരെ ശക്തമായ ആവേശോജ്വലമായ കൃത്യത നിറഞ്ഞ ഒരു പോരാട്ടത്തിലായിരുന്നു ഈ കളിവള്ളങ്ങൾ. വീയപുരവും നടുഭാഗവും ചമ്പക്കുളവും മഹാദേവ് കാട്ടിൽ ഇതാ PVC പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വീയപുരം 20ാം നമ്പർ വള്ളം വീയപുരം ഒന്നാമത്, 4ാം നമ്പർ വള്ളം ചമ്പക്കുളം 2,
ബിയപുരത്തിന് ഒന്നാം സ്ഥാനം.